നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മനസാക്ഷിക്ക് പോലും എന്നോട് പരിഹാസം. എനിക്കിനി ജീവിക്കണ്ട. എന്നെ വിടാനാ പറഞ്ഞു. പറ്റില്ല ആന്റി, ഞാൻ മരിക്കാൻ അനുവദിക്കില്ല. മനസ്സ് വിട്. ഇല്ല സൂര്യ, ഭാവന വേഗം വാ. ആന്റി ഞാൻ വിടില്ല. സൂര്യ എന്താ മനസ്സാ, ഞാൻ വിടില്ല. സൂര്യ എന്താ ഉണ്ടായത്? സൂര്യ, ഞാൻ വരുമ്പോ ആന്റി ഒരുമിച്ച് ആ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാൻ പോവായിരുന്നു. ഞാനാ തട്ടിക്കളഞ്ഞ്. നോക്ക് എന്താ ഇത്? അല്പം കൂടി ഞാൻ താമസിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കാൻ അറിയായിരുന്നോ? എന്തിനാ അമ്മ ഇത് ചെയ്യാൻ പോയത്? അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ലേ? എല്ലാവരും കൂടി വീണ്ടും എനിക്ക് ആശ തന്നിട്ട് ഇപ്പൊ അതും നഷ്ടപ്പെട്ടില്ലേ? മതിയായി, എനിക്ക് ജീവിതം തന്നെ മതിയായി. എന്താ അമ്മേ കൊച്ചു കുട്ടികളെ പോലെ? അമ്മ ഒന്ന് സമാധാനപ്പെട്. വേണ്ട, എന്നെ ഇങ്ങനെ ആരും ഉപദേശിക്കൊന്നും വേണ്ട. മര്യാദക്ക് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോടാ. അമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. സൂര്യ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോവാൻ. അമ്മേ ആന്റി, എനിക്ക് ആരെയും കാണണ്ട. ഇറങ്ങി പോ. എന്നാ പിന്നെ എന്നെ കൂടെ കൊല്ല്. എന്നിട്ട് ആന്റി എന്താന്ന് വെച്ചാ ചെയ്യ. ഇപ്പൊ ഞാനും ആരും ഇല്ലാത്തവളാണല്ലോ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? എന്താ ആന്റി ഇത്? ആത്മഹത്യ ചെയ്താ ഈ കുടുംബത്തിന് സമാധാനം കിട്ടുമോ? എങ്കിൽ ഞാനും കൂടി ആന്റിക്കൊപ്പം വരാം. ആന്റി നോക്കണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞത്. ആന്റി ഇല്ലാത്ത ഈ വീട്ടില് ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നേ? മനസ്സേ, അമ്മയെ കൊണ്ടോ. അമ്മേ ചെല്ല്, ഇനി ഈ റൂമിൽ തനിച്ച് കിടത്തണ്ട. ഭാവന, ഈ ഗുളിയൊക്കെ ഒന്നെടുത്ത് മാറ്റും. കരയാതെ ആന്റി. എന്താ ആന്റി, എന്താ പറ്റിയേ? മോളെ, നീ ഒരു കുഞ്ഞിന്റെ കരച്ചില് കേട്ടില്ലേ? കുഞ്ഞിന്റെ കരച്ചിലോ? അതെ മോളെ, ഞാൻ കേട്ടതാ. ഒരു കുഞ്ഞു കരയുന്നത് ഞാൻ കേട്ടതാ. ആന്റി ആന്റി എവിടെ ഇരുന്നേ? ആന്റി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടായിരിക്കും. എനിക്കറിയാം, നീ എന്നെ ആശ്വസിപ്പിക്കാനല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ആന്റിക്ക് അത് നെഗറ്റീവായിട്ടേ തോന്നൂ. അല്ലേ മോളെ, എനിക്കറിയാം സൂര്യയോട് കൂടി ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് ഇല്ലാതാവും. അവകാശികളില്ലാത്ത ഈ കുടുംബം എന്നേക്കുമായി നശിക്കും. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല മോളെ. ഒരു പേരക്കുഞ്ഞിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ മോളെ. പക്ഷെ ഞാൻ ചെയ്ത പാപങ്ങളുടെ ഫലം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഇല്ലാതായി പോയത്. ആന്റിക്ക് അങ്ങനെ ഒരു ഭാഗ്യമില്ലെന്ന് ആരാ പറഞ്ഞ? ആന്റി നോക്കിക്കോ, ഈ വീടിന്റെ ചുറ്റിനും സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞ് ഓടി നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്തിനാ മോളെ നീ എനിക്കിനി ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ തരുന്നേ? ഒരിക്കലും ആ മോഹമൊന്നും നടക്കില്ല. നടക്കും ആന്റി. ആന്റി എന്നോടൊപ്പം നിൽക്കുമെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇനിയും ഞാൻ ആരുടെയെങ്കിലും കാല് പിടിക്കാൻ പോകണമെന്നാണോ? ആന്റി ഒരാളുടെയും കാല് പിടിക്കേണ്ടി വരില്ല. പകരം ആന്റിയുടെ ഉറപ്പുള്ളൊരു വാക്ക് മാത്രം എനിക്ക് തന്നാ മതി.
ആന്റിയുടെ സ്വപ്നം ഞാൻ നിറവേറ്റി തരാം. മനസ്സിലായില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നേ? സ്വയം ജീവത്യാഗം ചെയ്ത് മണ്ണിനും മീണിനും വേണ്ടാതെ അലയുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതല്ലേ ആന്റി? ആന്റി ആന്റി സമ്മതം തന്ന ഭാമയ്ക്ക് കഴിയാതെ പോയ ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കാം. സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞിന് ഞാൻ ജന്മം നൽകാം. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? സത്യ ആന്റി ഞാൻ പറഞ്ഞത്. ആന്റിയുടെ കുടുംബത്തിന്റെ അവകാശിക്ക് ജന്മം നൽകാൻ ഞാൻ തയ്യാറാ. വേണ്ട, അത് വേണ്ട മോളെ. ഇനി ആ ഒരു പാപം കൂടി ചുമക്കാൻ എനിക്ക് വയ്യ. ആന്റി, ഇവിടെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല. കുറച്ചു മുമ്പ് ആന്റി സ്വയം മരിക്കാൻ പോയി. ആന്റി പോയാ ഉറപ്പായിട്ടും ഞാനും പിന്നാലെ വരും. മോളെ, അപ്പൊ പിന്നെ മരിക്കുന്നതിലും നല്ലതല്ലേ ആന്റി എന്റെ ഈ തീരുമാനം? ആന്റി, ഇതിലിപ്പോ ആലോചിക്കാനൊന്നുമില്ല. ഇതാണ് ശരിയായ തീരുമാനം. മോളെ, അപ്പൊ നിന്റെ ഭാവി അത് നീ ചിന്തിച്ചോ? മരിക്കാൻ തീരുമാനിച്ച നമ്മൾ എന്തിനാ ആന്റി ജാതകം നോക്കുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ആന്റി തന്നെ തീരുമാനിക്ക. ഞാൻ അതുപോലെ ചെയ്യാം. ആന്റി, ഒന്നുകിൽ നമ്മളിത് ചെയ്യും, അല്ലെങ്കിൽ ആന്റിക്കൊപ്പം ഞാനും ജീവിതം അവസാനിപ്പിക്കും. അതും അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവും. എന്താ വേണ്ടെന്ന് ആന്റി തന്നെ പറഞ്ഞാ മതി. ആന്റി, നാളെ തന്നെ നമ്മൾ സൂര്യയും ഭാവനയും ഭാമയ്ക്ക് വേണ്ടി കണ്ട ഡോക്ടറെ കാണണം.